രാജ്യസഭയിൽ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുമ്പോൾ ഇങ്ങ് കൊച്ചിയിൽ മുനമ്പം ജനതയും ഉറക്കമുളച്ച് കാത്തിരിക്കുകയാണ് എന്താണ് പാർലമെൻറ്റിൽ സംഭവിക്കുന്നത് എന്നറിയാൻ. കഴിഞ്ഞ രാത്രിയിലും ഇന്നും അവർ മുനമ്പത്ത് വേളാങ്കണ്ണി പള്ളിയുടെ തിരുമുറ്റത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് രാജ്യസഭയിലും ലോക്സഭയിലും സംഭവിക്കുന്നത് എന്ന്. തങ്ങൾ അയച്ച ജനപ്രതിനിധികൾ തങ്ങൾക്ക് വേണ്ടി എന്തെല്ലാമാണ് സംസാരിക്കുന്നതെന്നറിയാൻ കൗതുകപൂർവ്വമാണ് ഇവർ കാത്തിരിക്കുന്നത്. മുനമ്പത്തെക്കുറിച്ച് രാജ്യസഭയിൽ ഓരോ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോഴും നിറഞ്ഞ കയ്യടിയോടെയാണ് മുനമ്പം ജനത അതേ സ്വീകരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഇവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും എന്ന് തന്നെയാണ് ഇവർ ഉറച്ച് വിശ്വസിക്കുന്നത്. 610ഓളം കുടുംബങ്ങളാണ് വഖഫിനെ തുടർന്ന് അവരുടെ റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 173 ദിവസങ്ങളായി നിരാഹാര സമരങ്ങൾ ഇരിക്കാൻ തുടങ്ങിയിട്ട്. സമാധാനമായ സമരമാർഗമാണ് ഇവർ ഇവിടെ ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് ഈ സമയത്തും ഇവർ ഇവിടെ ഇരിക്കുകയാണ് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട്. ഉറക്കമുളച്ച് കാത്തിരിക്കുകയാണ് ഇവർ. ചേട്ടാ, ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഉറക്കമുളച്ച് കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? നമുക്കെല്ലാവർക്കും നല്ല പ്രതീക്ഷയാണ് നരേന്ദ്രമോദി സർക്കാരിൽ നിന്നുള്ളത്. വിജയം ഞങ്ങളുടേതായിരിക്കും. നമ്മൾ കുറേ ജനപ്രതിനിധികളെ പറഞ്ഞു വിട്ടു ലോക്സഭയിലേക്ക്. അവരൊന്നും നമുക്ക് വേണ്ടി സംസാരിച്ചില്ല എന്നുള്ളത് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അവർ നമ്മളെ കാലുവാരിയിരിക്കുകയാണ്. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും വേണ്ടി മാത്രം ഞങ്ങൾക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. മുനമ്പം അല്ലെങ്കിൽ വേളാങ്കണ്ണി മാത പള്ളി എന്ന വാക്കുകൾ കേട്ടുമ്പോൾ നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് ഇവിടെയുള്ള ആളുകൾ സ്വീകരിക്കുന്നത്. ഈ ദേവാങ്കണത്തിൽ നടക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഞങ്ങൾക്ക് ഒരു ആശ്വാസം എന്നുള്ള മോദി സർക്കാരിൻ്റെ കയ്യിൽ നിന്നാണ്. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. രാജ്യസഭയിലും ലോക്സഭയിലും വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുമ്പോഴും അത് ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഏറെ സന്തോഷത്തിലായിരിക്കുന്നത് മുനമ്പത്തെ ജനതയാണ്. കഴിഞ്ഞ നാളുകളായി യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ 173 ദിവസങ്ങളായി മുനമ്പം ജനത കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും ഒക്കെ നടുവിലാണ്. ഇന്ന് ഇവർക്ക് ആഹ്ലാദമാണ്, സന്തോഷമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യസഭയിൽ മുനമ്പം എന്ന പേര് ഓരോ തവണ ഉയരുമ്പോഴും നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് ഇവർ അതിനെ സ്വീകരിക്കുന്നത്. ഇന്ന് രാജ്യസഭയിൽ ബില്ല് അംഗീകരിക്കുന്നതോടുകൂടി തന്നെ വലിയ സന്തോഷവും പ്രകടനവും നടത്താനാണ് ഇവരുടെ തീരുമാനം. വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഇവരുടെ അതിര് കടന്ന ആ സന്തോഷത്തിലേക്ക് എത്തിച്ചേരാൻ ഉള്ളതുള്ളൂ. അതുവരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മുനമ്പം ജനത. ക്യാമറാമാൻ ബെന്നിക്കും ബിജോയ്ക്കുമൊപ്പം റോജി ഇലവനാങ്കുഴി, ഷെക്കേന ന്യൂസ്, കൊച്ചി.